കർത്താവ്, ഈ സമയങ്ങൾ ഞങ്ങൾ ധ്യാനിച്ച വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവെ, അവിടുന്ന് അവൾ ഏകരക്ഷകൻ നാഥനുമായ ആ ക്രിസ്തു നൽകിക്കൊണ്ട് പിതാവായ ദൈവമേ ഞങ്ങളെ പരിപാലിക്കുന്ന അനന്തമായ സ്നേഹത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിച്ചതിന് ഞങ്ങളുള്ള വിശ്വാസം വർദ്ധിക്കാനും ഞങ്ങൾ വിശ്വാസത്തിലൂടെ പ്രത്യാശയോടെ ഞങ്ങൾ ലഭിക്കുമ്പോൾ, നിങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഇന്നീ സമയം ഞങ്ങൾ നീ കർത്താവാണെന്ന് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ കർത്താവെ, നീ അവിടുന്ന് വാഗ്ദാനമായി നൽകിയ അതേ വിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമയം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി കർത്താവെ, ഇത് സഭയോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോട് ചേർന്നും എല്ലാ ശുശ്രൂഷകരോട് ചേർന്നുകൊണ്ട് കർത്താവെ, ഈ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ടും ഞാനും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു യോഗ്യതയില്ല കർത്താവെ, ഒത്തിരി കുറവുകള് പോരായ്മകള് എല്ലാം ഉണ്ട്. എങ്കിലും ഞങ്ങളും ഈ സമയം ശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിൽ നിറയുവാൻ വേണ്ടി യോർദാൻ നദിക്കരയിലും പ്രാവിൻ രൂപത്തിൽ എഴുന്നള്ള വിശുദ്ധാത്മാവെ, അല്ലെങ്കിൽ സകല ശിഷ്യന്മാരിൽ എഴുന്നള്ളിയുള്ള വിശുദ്ധാത്മാവെ, വിശുദ്ധ അമ്മയിൽ സ്ലീഹന്മാരിൽ എഴുന്നള്ളിയുള്ള വിശുദ്ധാത്മാവെ, പെന്തക്കോസ്ത് ഒരുങ്ങിയിരുന്ന സകല ശിഷ്യരുടെ മേൽ ഒരുങ്ങി വന്ന വിശുദ്ധാത്മാവെ, ഈ സമയം ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, കഴിഞ്ഞ കാലഘട്ടങ്ങളെ ശുശ്രൂഷകളെല്ലാം ഓർത്തുകൊണ്ട് വിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ. ആമേ. വിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ചൊരു പുത്രൻ നീ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ വിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ പോരായ്മകളും കുറവുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ വിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അഭിഷേകം ചെയ്യുന്ന ഈ നിമിഷങ്ങളെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളും പാടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇപ്പോൾ സമയം നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഈ മീഡിയ വഴി നമ്മളായിരിക്കുന്ന അറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കൊക്കെയാണ് ശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുള്ളവരെയൊക്കെ സമർപ്പിക്കാം. ഈ കൂട്ടായ്മയിലുള്ളവരെ എല്ലാവരും സംബന്ധിച്ചുകൊണ്ട് യോർദാൻ നദിക്കരയിൽ ഇറങ്ങി വന്ന പ്രാവിൻപത്തിൽ ഇറങ്ങി വന്ന അതേ അഭിഷേകം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. യോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചാനുഗ്രഹമേകണമേ. യോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചാനുഗ്രഹമേകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഈ പരിശുദ്ധാത്മാവെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് സഭയിൽ എഴുന്നള്ളി വരുവാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ബന്ധപ്പെട്ട നാളിൽ എഴുന്നള്ളി വന്ന അതേ അഭിഷേകം പ്രവർത്തനങ്ങളിൽ പറയുന്ന പോലെ കൂടിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഥകൾ പ്രാർത്ഥന ശിഷ്യന്മാരുടെ മേലും അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ വന്നിറങ്ങിയ വിശുദ്ധാത്മാവ് ഈ അഭിഷേകത്തിന് അറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കൊടുങ്കാറ്റിൻ വേഗത്തിൽ
അഭിഷേകാരപോലെ പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങട്ടെ. പെന്തക്കോസ്ത് കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമയം ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശക്തരായ വൈദികരോട് ചേർന്ന് ഞങ്ങൾ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ അഭിഷക്തരായ വൈദികരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ശുശ്രൂഷകളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗം ഇറങ്ങുന്നതും അഗ്നിജ്വാലകൾ ഇറങ്ങി വരുന്നത് കാണുന്നത് പോലെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും അഭിഷേകം അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തെ. വിശുദ്ധാത്മാവെ ഞങ്ങളൊന്നും അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗമേരിക്കുന്നത് നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കോസ്ത് കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. Hallelujah, hallelujah, amen, hallelujah, 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 amen, hallelujah, 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 amen, hallelujah, hallelujah, hallelujah. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മോട് നൽകിയ വലിയ അഭിഷേകത്തെ കൊടുക്കാം. ആ പല വ്യത്യസ്ത ഭവനങ്ങളിൽ പല ഇടങ്ങളിലുമായിരിക്കും നമ്മളിലേക്ക് ഇന്ന് പുതിയ പെന്തക്കോസ്ത് അനുഭവം എന്നീ ശുശ്രൂഷകളിലൂടെ നൽകാൻ പോകുന്ന ആ സ്വർഗീയ പിതാവിനെ ഒന്ന് കണ്ടുകൊണ്ട്, ആ രക്ഷകനും നാഥനുമായ യേശുവിനെ കണ്ടുകൊണ്ട് കർത്താവിന്റെ വലിയ അനുഗ്രഹം ഈ സമയം ചൊരിയപ്പെടുന്നതിന് നന്ദി പറഞ്ഞു ശ്രദ്ധിക്കാം. വിശുദ്ധ അമ്മയോട് ചേർന്ന്, സവിശുദ്ധരോട് ചേർന്ന്, ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർന്നുകൊണ്ട് കർത്താവെ, ഒരു യോഗ്യത ഇല്ലെങ്കിൽ പോലും ഈ സമയം വിശുദ്ധാത്മാവിനെ ഞങ്ങൾ നൽകാൻ പോകുന്ന കേൾക്കാൻ പോകുന്ന ക്ലാസ്സിലൂടെ കർത്താവെ പെന്തക്കോസ്ത് നാൾ അനുഭവിച്ച അതേ അഭിഷേകം, പുതിയ പെന്തക്കോസ്ത് അഭിഷേകം നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുകുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയാകണമേ. ആമേൻ. ആമേൻ. താങ്ക്സ് സോൾവൻ ചേട്ടാ.
as you were singing and worshiping with all your heart, you shared your faith with us. ഞാൻ ഇപ്പൊ നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും വെൽക്കം ചെയ്യാന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ച നമ്മുടെ സ്കെഡ്യൂളിന്റെ ഇടയിൽ നിന്നാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ആശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് എല്ലാവരും സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നതിനും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രോ ചെയ്യുന്നതിനും ഈ ക്ലാസ്സുകളെല്ലാം നമ്മളെ സഹായിക്കും. നമുക്ക് അന്നേരം നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. നെക്സ്റ്റ് ഇൻ ദ സ്കെഡ്യൂൾ ഈസ് ടെസ്റ്റിമോണി ഫ്രം ജമ. ഹലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജമ്മ, ഞാൻ മിനിയാപോളിസിൽ നിന്നാണ്. റീസെൻ്റ്ലി എനിക്ക് ഒരു 3-4 ആഴ്ചത്തെ ഹോസ്പിറ്റലൈസേഷനിൽ നിന്നും അത്ഭുതകരമായി ദൈവം വിടുവിച്ച് എന്നെ ഈ നിലയിലെത്തിച്ചതിന് ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. പോയ കാര്യം ചെറിയ കാര്യത്തിൽ പോയതാണെങ്കിലും എൻ്റെ ബ്രെയിനിലൊരു ബിഗ് സൈസ് ബ്ലീഡ് ഉണ്ടായി. അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം വേറെ കാരണങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ടും ബ്ലഡ് പ്രഷർ ഒക്കെ എല്ലാം കുറവായിരുന്നെങ്കിലും ഒരു ഹെമറാജിക് ബ്ലീഡ് എൻ്റെ ബ്രെയിനിലുണ്ടായി. അതിൻ്റെ പ്രഷർ കാരണം ലോട്ട് ഓഫ് ബ്രെയിൻ ഷിഫ്റ്റിങ്ങും അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തുകയും എനിക്ക് വീട്ടിൽ വരാൻ സാധിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം ഫിസിക്കൽ തെറപ്പിയും ഒക്കുപേഷണൽ തെറപ്പിയും എല്ലാം വർക്കിംഗ് ടുഗെദർ ടു ഗെറ്റ് മീ ഇൻ ടു റീഹാബ് സ്റ്റേറ്റ്. വേറെ എനിക്ക് ഒരു റൈറ്റ് സൈഡിനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിലും അത് പരിപൂർണമായിട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഫറ്റീഗ് ഉണ്ട്, എങ്കിലും വേറെ യാതൊരു ഓർമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് PT വർക്ക് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് റീഗെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. Anyway, I just want to thank God and all our community and everybody's prayer for my recovery. എല്ലാം ഒരു പ്രാർത്ഥനയുടെ ശക്തി. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ കർത്താവ് അരുളി ചെയ്ത വാഗ്ദാനത്തിന്മേൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുകയും അത് പരിപൂർണമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇനിയും നന്മകളല്ലാതെ ഒന്നും തന്നെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നമുക്കൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ഒരു നിരാശയുടെ വക്കിലേക്ക് എത്തുമായിരിക്കും. എങ്കിലും ദൈവത്തിൻ്റെ രക്ഷാകരമായ കൈകളിലൂടെ നമ്മൾ സുരക്ഷിതരായിരിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും എൻ്റെ ഒരു ജീവിതാനുഭവം, അതും റീസെൻ്റ്ലി ഉണ്ടായ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. പലതരത്തിലും എനിക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാനിങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരേ ഒരു കരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സമയവും ദൈവത്തിന് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഇത് എൻ്റെ ഒരു ടെസ്റ്റിമണി ആയിട്ട് എല്ലാവരും സ്വീകരിക്കുമെന്നും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. Thank you, Gemma. Next is a song by Jovita. We are companions on the journey, breaking bread and sharing life. And in the love we bear is the hope we share. For we believe in the love of our God. We believe in the love of our God. No longer strangers to each other, no longer strangers in God's house. For we are fed and we are nourished by the strength of those who care.
by the strength of those who care. We are companions on the journey, breaking bread and sharing life. And in the love we bear is the hope we share. For we believe in the love of our God. We believe in the love of our God. So next is a class, മാനസാന്തരത്തിന്റെ പ്രത്യുത്തരം. I don't നമ്മുടെ know. ഫ്രാൻസിസ് ചേട്ടനാണ് അത് ചെയ്യുന്നത്. ഫ്രാൻസിസ് ചേട്ടൻ വർഷങ്ങളായിട്ട് സുവിശേഷത്തോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ഗൾഫ് മേഖലയിൽ ധാരാളം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കേരളത്തിലാണുള്ളത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ഭാര്യയും 3 മക്കളും ഉണ്ട്. ഏറെ സ്നേഹത്തോടെ ഫ്രാൻസിസ് ചേട്ടനെ സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വീണ്ടും യേശുവിന്റെ കൃപയാൽ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണല്ലോ. 2000 വർഷം മുമ്പ് യേശു തന്റെ പീഡാസഹന, ക്രൂശു മരണ, ഉത്ഥാനം വഴി സകല മനുഷ്യർക്കും രക്ഷ നേടിത്തന്നു കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കി. ദൈവത്തിന്റെ സൗജന്യ ദാനമായ ഈ യേശു നേടിത്തന്ന ഈ രക്ഷ, യേശുവിന്റെ യേശുവിന്റെ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ഇതിൽ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ്. ഈ ആഴ്ചയിൽ നാം ചിന്തിക്കാൻ പോകുന്നത് മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ചാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തില് 8-ാം അധ്യായം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, ഏതെങ്കിലുമൊക്കെ പാവങ്ങളുടെ ഒരു ഉപേക്ഷിക്കലാണ് മാനസാന്തരം എന്ന്. ഉദാഹരണമായി പറഞ്ഞാൽ, മദ്യപാനിയായ ഒരാള് ആ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കടന്നാൽ, അല്ലെങ്കിൽ ജനികാസക്തിക്ക് അടിമയായവൻ അതിൽ നിന്ന് പുറത്തു കടന്നാൽ നമ്മൾ പറയും, ആ വ്യക്തിയും പറയും, ഞാൻ മാനസാന്തരപ്പെട്ടു, പാപങ്ങൾ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ളത്. യഥാർത്ഥത്തിൽ അതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ഒരു മാനസാന്തരത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് അത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. യഥാർത്ഥമായ അർത്ഥത്തില് മാനസാന്തരം എന്ന് പറയുന്നത് എന്നെ രക്ഷിച്ചവന്റെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അവനെ കർത്താവായി സ്വീകരിച്ച് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. ഈ യേശുവിന്റെ രക്ഷ സ്വന്തമാക്കുവാൻ ഞാൻ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അതിനം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. ഈ പ്രവൃത്തിയാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. കർത്താവിനെ അവന്റെ കർത്തൃത്വം നടത്തുവാനായി, നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാനായും നമ്മുടെ രക്ഷകനും നാഥനുമായി അവനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കടന്നു വരുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പിതാവായ ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ സമർപ്പണം നാം കാണുന്നുണ്ട്. ഉദ്ധിതനായ യേശു അവന്റെ അടുത്ത് വന്ന് ശ്ലീഹായോട് പറയുകയാണ്, നീ നിന്റെ കരം കൊണ്ടെന്ന് എൻ്റെ വിലാവിൽ വയ്ക്കുക. ആ സമയം തന്നെ തോമസ് കർത്താവിനോട് ഏറ്റുപറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവന്റെ സംശയങ്ങള്, അവന്റെ വിരല്, അവന്റെ കണ്ണ്, അവന്റെ അവിശ്വാസം എല്ലാം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് എന്നെ തന്നെയും എനിക്കുള്ളതിനെയും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. തോമാശ്ലീഹ, നമുക്കറിയാം, തോമാശ്ലീഹ തന്റെ സമർപ്പണത്തിലൂടെ പിന്നീട് അദ്ദേഹം ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല. തന്റെ രക്ഷകനും നാഥനുമായി യേശുവിനെ
തൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ആ അപ്പസ്തോലൻ തനിക്ക് വിദൂരമായ അന്യഭാഷകൾ സംസാരിക്കുന്ന, തനിക്ക് അറിവോ മുന്നറിവോ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തെയായ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് തൻ്റെ ജീവൻ തന്നെ ഈ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം കാണുന്നത്. ഇതെല്ലാ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ഈ സമർപ്പണം കാണുവാനായിട്ട് സാധിക്കും. യേശുവിന് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദിമ സമൂഹത്തിന്റെ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കാണുകയാണ്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായി കരുതിയിരുന്നു. അതെ, ആ ആദിമ സമൂഹം വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2:44 ഇത് തന്നെയാണ് നാം കാണുന്നത്. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. അവർ കർത്താവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ആ ആദിമ സമൂഹം എന്തു ചെയ്യുന്നു? തങ്ങൾ ഒരു ഹൃദയവും ആത്മാവുമായി തീരുന്നു, ഒറ്റ സമൂഹമായി തീരുന്നു. ഒറ്റ സമൂഹം എന്നതിലുപരി ഒരു കുടുംബമായി തീരുന്നു. തന്നെ പോലെ തന്നെ തൻ്റെ സഹോദരനെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും പ്രാപ്തിയുള്ളവനായി തീരുന്നു. അവന്റെ കുറവുകൾക്ക് ഞാൻ ഒരു പരിഹാരമായി തീരുന്നു. അവന്റെ കുറവ് എന്താണോ അത് ഞാൻ മറച്ചു പിടിക്കുന്നവനായി തീരുന്ന വിധത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരികയാണ്. സമ്പത്തിൽ കുറവുള്ളവന് വേണ്ടി തങ്ങളുടെ സമ്പത്ത് അവർ സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ കുറവുള്ളവന് വേണ്ടി അവന്റെ വിശ്വാസ വർത്തമാനമാകുന്നതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്ന് ഉള്ള ഒരു മടക്കയാത്രയാണ് വിശ്വാസം എന്ന് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ആ വിശ്വാസത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും ജീവിതത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിന്റെ വഴികളിലൂടെ ജീവിച്ച് ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ പരിപാലനയിൽ നിന്നും എല്ലാം അകന്നുപോയി നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുവാനും ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഒക്കെ കഴിവില്ലാത്തവരായി മാറിയ നമ്മൾ ആ വഴികളിൽ നിന്നെല്ലാം മടങ്ങി വന്ന് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് മാനസാന്തരം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ്ലീഹ അതുവരെ തൻ്റെ ആ വിശ്വാസം, താൻ വിശ്വസിച്ചിരുന്ന യഹൂദ ആചാരങ്ങള്, ചട്ടങ്ങള്, കൽപ്പനകളെല്ലാം കൃത്യനിഷ്ഠയോടെ പാലിച്ച് അപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ പൗലോസ് യേശുവാണ് രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അവൻ നമുക്ക് സൗജന്യമായി ഈ രക്ഷ തന്നു കഴിഞ്ഞു എന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് വിലയുള്ള ായി കരുതിയിരുന്നതിനെല്ലാം ഒരു ഉച്ഛിഷ്ടം പോലെ കരുതി ക്രിസ്തുവിൽ തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിൽ പുതിയ ജീവിതം ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് ഒരിക്കലും അവൻ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നില്ല. ക്രിസ്തുവിലേക്ക് പുതിയ ജീവിതം ആരംഭിച്ച പൗലോസ് തുടർന്ന് തൻ്റെ സമർപ്പണത്തിൽ നിന്ന് പിന്തിരിയുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല. അവൻ പൂർണ്ണമായും ക്രിസ്തുവിനെ സമർപ്പിക്കുകയാണ്. അവൻ ക്രിസ്തുവിനെ തൻ്റെ കർത്താവും രാജാവും തൻ്റെ ജീവിതത്തില് ഭരണം നടത്തുന്നവരുമായിട്ട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രാജാവും നമ്മുടെ മേൽ ഭരണം നടത്തുവാൻ അവകാശമുള്ളവനുമായി നാം സ്വീകരിക്കുന്നതാണ് എന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. വീണ്ടും ലൂക്കയുടെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 19-ാം അധ്യായത്തിൽ നമ്മൾ സക്കേവൂസിനെ കാണുന്നുണ്ട്. ഒരു മരത്തിന്റെ ഉള്ളില് ചിലകൾക്കിടയില് ഒളിച്ചിരുന്ന് ഒരു നോക്ക് യേശുവിനെ കാണുവാൻ മാത്രം ആഗ്രഹിച്ച് അവനെ വിളിച്ചിറക്കി യേശു പറയുന്നു, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ക്രിസ്തു ഇന്നും ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും
ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവനാണ് രക്ഷകനെന്ന് തിരിച്ചറിയുന്ന സക്കേവൂസ് പിന്നെ എന്താണ് ചെയ്യുന്നത്? തൻ്റെ പഴയ ജീവിതവും തൻ്റെ സ്വത്തും തൻ്റെ വീടും എല്ലാം അവന് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നത് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഈ 19-ാം അധ്യായത്തിന്റെ 8-9 തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. സക്കേവൂസിന്റെ ഈ സമർപ്പണം അവനെയും അവന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് കാരണമായി തീരുകയാണ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ സമർപ്പണം നമ്മുടെ മാത്രമല്ല, ഒരു കുടുംബത്തില് ഒരാള് അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ നാഥ തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന്റെ പൂർണ്ണതയിൽ അവനോടൊപ്പം അവനും അവന്റെ കുടുംബവും എല്ലാം വിശ്വാസത്തിന്റെ മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, 1989 ആദ്യമായി ഞാൻ ഈ ഒരു നവീകരണ ധ്യാനാനുഭവത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും എന്നാലാവുന്ന വിധത്തിൽ ക്രിസ്തുവിന് സമർപ്പിച്ചപ്പോൾ തുടർന്ന് ഏതാനും ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ നവീകരണ അനുഭവത്തിലേക്കും ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്കും കടന്നു വരുന്നത് ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ അള്ളിപ്പിടുത്തങ്ങളെ സ്വന്തം എന്ന് കരുതി സ്വാർത്ഥമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം പിടിവിട്ടുകൊണ്ട് നമ്മൾ ആ ആഴത്തിലേക്ക് എടുത്തു ചാടി അവനോടൊപ്പം നീന്തുന്ന ഒരു ജീവിതമാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥാവകാശ കൈമാറ്റമാണ്. എന്റേതെന്ന് ഞാൻ കരുതി വെച്ചിരുന്നവയെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ ഉടമസ്ഥാവകാശം അവന് നൽകിക്കൊണ്ട് അവന്റെ മുൻപിൽ ഒരു വിശ്വസ്ത കാര്യസ്ഥനെ പോലെ തങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടവയെല്ലാം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു രത്നവ്യാപാരിയുടെ കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അനേകം വിലകേറിയ രത്നങ്ങൾ എപ്പോഴും കണ്ടെത്തി വാങ്ങി സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കല് തൻ്റെ ഈ രത്ന അന്വേഷണ ജീവിതത്തിന്റെ ഇടയിൽ വളരെ അമൂല്യമായ ഒരു രത്നം കണ്ടെത്തുകയാണ്. അതുള്ളവന്റെ അടുത്ത് ചെന്ന് അവനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഈ രത്നം നീ തരുമോ? ഞാൻ വില തരാം. അപ്പോൾ ആ രത്നത്തിന്റെ ഉടമസ്ഥൻ അവനോട് പറയുകയാണ്, ഇത് വളരെ അമൂല്യമാണ്, ഇതിനെ വില നൽകി ഇതിന്റെ വില നിനക്ക് നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ വീണ്ടും വീണ്ടും ഈ രത്നത്തിന് വേണ്ടിയുള്ള അവന്റെ ആഗ്രഹവും അഭിലാഷവും ഇച്ഛയും എല്ലാം കണ്ട് മനസ്സിലാക്കിയ ആ രത്നത്തിന്റെ ഉടമസ്ഥൻ അവനോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ രത്നം തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രത്നം ഞാൻ നിനക്ക് തരണമെങ്കിൽ നിനക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നീ എനിക്ക് തരണം. അവൻ അത് സമ്മതിച്ചു. അവൻ വീട്ടിൽ പോയി തനിക്കുണ്ടായിരുന്നതൊക്കെ സമ്പത്തുക്കളെല്ലാം സംഭരിച്ച് സ്വരുക്കൂട്ടി അവൻ തിരിച്ച് വന്ന് രത്നവ്യാപാരിയുടെ കയ്യില്, ആ രത്നം കയ്യിലുള്ള വ്യക്തിയുടെ കയ്യില് ഇവൻ ആ തുക മുഴുവൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ കയ്യിലുള്ള സർവ്വതും, ഞാനിത് നിനക്ക് തരുന്നു, നീ എനിക്ക് ആ രത്നം തരിക. രത്നവ്യാപാരി രത്നം കൊടുക്കുവാൻ തയ്യാറായി. എന്നാൽ അപ്പോൾ അവൻ രത്നം കയ്യിലുള്ള വ്യക്തി അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലുള്ള എല്ലാം നീ എനിക്ക് തന്നോ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി അല്പം പൈസ മാത്രമാണുള്ളത്, അതെനിക്ക് വീട്ടിലേക്ക് പോകുവാനുള്ള വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ നിനക്ക് നൽകിയെന്ന്. അപ്പോൾ ആ രത്നത്തിന്റെ ഉടമസ്ഥൻ അവനോട് ചോദിച്ചു, അപ്പോൾ നിനക്ക് വണ്ടിയുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു, വണ്ടിയുണ്ട്, വണ്ടിയില്ലാതെ എനിക്ക് വീട്ടിൽ പോകുവാൻ സാധ്യമല്ല. അപ്പോൾ അവൻ ചോദിച്ചു, നിനക്ക് വീടുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതെ, എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ജീവിക്കുവാനായിട്ട് എനിക്കും ജീവിക്കുവാൻ വീടുണ്ട്, ആ വീടും അപ്പോൾ അയാൾ ചോദിച്ചു, അപ്പോൾ നിനക്ക് ജീവിത പങ്കാളിയും മക്കളും ഉണ്ട് അല്ലേ? ഇതൊക്കെയും ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? എല്ലാം നീ എനിക്ക് തന്നാൽ, നിന്റെ വീട്, നിന്റെ വാഹനം, നിന്റേതെന്ന് നീ കരുതിയിരിക്കുന്നതെല്ലാം തന്നാൽ മാത്രമേ ഇത് തരികയുള്ളൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അവൻ പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി, ഇനിയും ഞാൻ പലതും സമർപ്പിക്കുവാനുണ്ട് എന്ന്. എങ്കിലും ഈ രത്നത്തിന്റെ ഉടമ അവൻ ആ രത്നം നൽകിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ വീടും നീ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നതും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതും എല്ലാം എൻ്റേതാണ്. എന്നാൽ നീ ഈ രത്നവും ഇവയും തിരികെ എടുത്തുകൊള്ളുക എന്ന് ഒരു കാര്യം മാത്രം നീ ഓർക്കണം, ഇവിടെയെല്ലാം ഉടമസ്ഥൻ ഞാനാണ്. ഈ രത്നത്തിൻ്റെയും
നിന്റേതെന്ന് നീ കരുതി നീ കയ്യിൽ വെച്ചിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും വാഹനത്തിന്റെയും വീടിന്റെയും എല്ലാം ഉടമസ്ഥൻ ഞാനാണ് എന്ന് നീ തിരിച്ചറിയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഒരു മനസാന്തരം അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം യഥാർത്ഥ ഉടമസ്ഥനായ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അവയുടെ കാര്യസ്ഥരായി മാറുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവം ലക്ഷ്യമാക്കിയിരുന്നതും ആദി മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരുന്നതുമായ ചുമതലയും ഇത് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തില് 15-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏദൻ തോട്ടത്തിന്റെ ഉടമസ്ഥരായിട്ടല്ല, നമ്മളെ ഈ ഭൂമിയുടെ ഉടമസ്ഥരായിട്ടല്ല, ഈ ഭൂമിയിൽ നമ്മുടേതാന്ന് പറഞ്ഞ് എന്റെ ജീവിത പങ്കാളി, എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ ജോലി, എന്റെ അധ്വാനം എന്ന് പറയുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപത്തിലൂടെയാണ്, പാപാവസ്ഥയിലൂടെയാണ് നമ്മൾ എന്റേത് എന്ന ഈ സ്വാർത്ഥതയുടെ ചിന്ത കടന്നു വന്നത്. പകരമോ എന്താണ് ചെയ്യാനായിട്ടാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം? അത് ഉൽപ്പത്തി 2:15 പറയുന്നത് അതാണ്. എല്ലാത്തിനെയും സംരക്ഷിക്കുകയും ദൈവഹിതം എന്തെന്നറിഞ്ഞ് അവയെല്ലാം ദൈവഹിത പ്രകാരം പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥമായ സമർപ്പണം നടത്തുന്നവര്. അനുദപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും തനിക്കുള്ള സകലത്തെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് മനസാന്തരം എന്ന് പറയുന്നത്. CCC 143 ഇപ്രകാരമാണ് പറയുന്നത്: സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് മനസാന്തരം എന്ന് പറയുകയാണ്. അത് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ അസ്തിത്വത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും എല്ലാറ്റിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്റെ ജീവിതമാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. അത് നമ്മുടെ പോസിറ്റീവായും നെഗറ്റീവായും എന്നിലുള്ളതെല്ലാം, നമ്മുടെ ധന്യതകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, ജീവിതം, ജീവൻ, കഴിവ്, ജോലി, ബന്ധങ്ങൾ, അറിവ്, സ്വപ്നങ്ങൾ, ധനം, പദ്ധതികൾ എല്ലാം തന്നെ സമ്പൂർണമായി ആ പോസിറ്റീവ് സൈഡ് പൂർണ്ണമായും, അതുപോലെ നെഗറ്റീവായ നമ്മുടെ പാപങ്ങൾ, ആന്തരിക മുറിവുകൾ, രോഗങ്ങൾ, വേദനകൾ, ദുശീലങ്ങൾ, തഴക്ക ദൂഷ്യങ്ങൾ, സ്വാർത്ഥതകൾ, അസൂയയുടെയും കോപത്തിൻ്റെതും ഒക്കെയായ അവസ്ഥകൾ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് അവൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്കുള്ള കടന്നുവരവാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ പ്രകാരമുള്ള ഒരു സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമായിക്കൊണ്ട് ആകാശത്തിന്റെ വിഹായസിലേക്ക് പറന്നുയരുന്ന, ചിറകടിച്ചുയരുന്ന ഒരു പക്ഷിയെ പോലെ സ്വതന്ത്രമായി ദൈവത്തിന്റെ മുൻപിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ പ്രഭാതത്തിലും ഈ ദിവസത്തിൽ ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, ദൈവം ഇന്ന് ഞാൻ എന്ത് പ്രവർത്തികളാണ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് തങ്ങളെ തന്നെ അതിന് സമർപ്പിച്ച് ആ ദൈവഹിതം ഓരോ ജീവിതത്തിന്റെ, ഓരോ ദിവസത്തിന്റെ, ഓരോ മിനിറ്റിലും അവന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി സ്വജീവിതത്തെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിത അവസ്ഥയെയാണ് മനസാന്തരം എന്ന് പറയുന്നത്. അല്ലാതെ നാം ആദ്യമേ ചിന്തിച്ചതുപോലെ ഏതാനും മേഖലകളുടെ ഒരു സമർപ്പണമല്ല. സക്കേബൂസിന്റെ സമർപ്പണത്തിലും തോമാസ് ലീഗയുടെ സമർപ്പണത്തിലും അതുപോലെ നമുക്കറിയാം ആ തൈലാഭിഷേകത്തിന്റെ സമയത്ത് ആ പാവിനിയായ സ്ത്രീ തന്നെ സമർപ്പിക്കുന്നത്, വീണ്ടും അപ്പസ്തോലന്മാര് ആ ഗലീലയുടെ കടൽത്തീരത്ത് വെച്ച് തങ്ങളെ തന്നെ വീണ്ടും യേശുവിനെ സമർപ്പിക്കുന്നത്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സമർപ്പണം, ഇതെല്ലാം നമുക്ക് വെളിവാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥമായ ജീവിത സമർപ്പണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതാണ്. അബ്രഹാത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അവൻ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. ഈ ലോകത്തിൽ ഒന്നിലും പ്രത്യാശ വയ്ക്കാതെ ഏക പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ഉറവിടമായ ക്രിസ്തു എന്ന നിത്യസത്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്റെ ക്രൂശിതനായവനെ നോക്കി അവന്റെ ക്രൂശിന്റെ വഴികളിലൂടെയുള്ള മനുഷ്യകുലത്തിന്റെ യാത്രയെയാണ് സമർപ്പണത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് ആദിമസഭയും അപ്പസ്തോലന്മാരും ഇന്നും സഭയിലെ വിശുദ്ധരായ സകല മനുഷ്യരും
പിന്തുടരുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ജീവിതം ഇതാണ് എന്ന് നമുക്കറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ഇത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തില് 12-ാം അധ്യായത്തിലെ 49-50 തിരുവചനങ്ങളിൽ നമ്മളിപ്പോൾ കാണുകയാണ്. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്ന എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണ് എന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ആ സമർപ്പണമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ സ്വമേധയല്ല സംസാരിക്കുന്നത്, അവന്റെ അതിർത്തിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും ദൈവപിതാവിന്റെ ഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്വരമായാണ് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും. ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവൻ നമുക്ക് കൽപ്പന നൽകിയിരിക്കുകയാണ്. നമ്മൾ കണ്ടു, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാം തിരുവചനത്തിലൂടെ കടന്നുപോയപ്പോൾ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന എന്താണ് എന്ന്. ഏദൻ തോട്ടം സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമായിട്ട് ആണ് അവനെ അവിടെ ആക്കിയതെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് നമുക്കുള്ള എന്നേക്കുമുള്ള ആത്യന്തികമായ കൽപ്പന. ഈ കൽപ്പന അനുസരിച്ച് ഈ നമ്മളെയും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സകലത്തിനെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അവയുടെ ഉത്തമ കാര്യസ്ഥരായി നിന്ന് അവയെല്ലാം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മുറിവുള്ളതിനെ വെച്ചുകെട്ടി സുഖപ്പെടുത്തുകയും മുറിപ്പാടുകൾ ഉണ്ടാക്കാതിരിക്കുവാൻ ശ്രമിക്കുകയും വിശുദ്ധിയിൽ വളരുവാൻ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനായിരിക്കുന്ന സമൂഹത്തെയും എൻ്റെ ഇടവകയെയും എൻ്റെ സഭയെയും സകല മനുഷ്യരെയും ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ജീവിതത്തിന്റെ മുന്നാസ്വാദനം നടത്തുന്ന വ്യക്തികളായി മാറുന്നതാണ് യഥാർത്ഥമായ മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിനെയും കേൾക്കുന്ന ഓരോരുത്തരെയും ഇപ്രകാരമുള്ള ഒരു മാനസാന്തര ജീവിതം നയിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം നിത്യജീവനും സ്വർഗരാജ്യവും ലക്ഷ്യം വെച്ച് ജീവിച്ച് അങ്ങയോടൊത്തായി ചേരുവാനും സഹായിക്കണമേ. ആമേൻ. Next is a song. ചഞ്ചലുണ്ടോ? ചേച്ചി പാടും. ഞാനൊരു ചെറിയ പാട്ട് പാടാം. ഓക്കെ. ശോയെ ദൈവമേ നന്ദി. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. അടുത്തത് ക്ലാസ് ആണ്. റവറൻ ഡോക്ടർ ജോഷി മയ്യാട്ടിലച്ഛൻ്റെ ക്ലാസ് ആണ്. സബ്ജക്റ്റ് മാനസാന്തര പ്രത്യുത്തരം ആൻഡ് ഫാമിലി.
Acha, we warmly welcome you. Thank you. ജോഷി അച്ഛൻ ഇന്നലെ ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്തു, തിരുവചന. അച്ഛൻ അതിനും കൂടി ഒന്ന് പറയുമായിരിക്കും. ഒരു ക്രിസ്മസ് സമ്മാനമാണ്, നമുക്ക് കൂടുതൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 150 എപ്പിസോഡ് കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛാ പ്രത്യേകം അഭിനന്ദനം, സന്തോഷം. Thank you, Shijo. തുടരാം. പ്രിയപ്പെട്ടവരെ, നമ്മള് മാനസാന്തരം കുടുംബത്തിൽ എന്നതാണ് നമ്മുടെ വിഷയം. മാനസാന്തരം സത്യത്തിൽ പാപം ഉണ്ടായത് കുടുംബത്തിലാണെങ്കിൽ രക്ഷ ആ കുടുംബത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ രക്ഷാ സമ്മാനം എത്തിയത് എങ്കിൽ മാനസാന്തരം അതും കുടുംബത്തിന് വലിയൊരു റോള് മാനസാന്തരത്തിന് ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു എന്ന പാപത്തെക്കുറിച്ചുള്ള സെഷനിൽ നമ്മൾ കുടുംബത്തിന്റെ പടിവാതിൽക്കൽ പതുങ്ങിയിരിക്കുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചെങ്കിൽ അവൻ പടിവാതിൽക്കലായിരിക്കുന്നത്, പക്ഷേ വീട്ടിലിരിക്കുന്നത് ഈശോയാണ്. ഈശോ കേന്ദ്രീകൃതമാണ് കുടുംബം എന്നതാണ് പിന്നീട് സംസാരിച്ചത്. ഈശോ രക്ഷകൻ എന്ന രീതിയിൽ ഇന്ന് ഈശോ ഒരു കുടുംബത്തിൽ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ കുടുംബത്തിന് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ സംഭവിക്കും. കുടുംബം ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് സമാധാനത്തിൽ മുന്നോട്ട് പോകില്ല, മറിച്ച് യഥാർത്ഥമായ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം, ദൈവഹിത പ്രകാരമുള്ള സമാധാനം, ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിലും കുടുംബത്തിലും നിറവേറ്റി കഴിയുമ്പോഴുള്ള സമാധാനം, അതിലേക്കാണ് കുടുംബം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോ നിന്റെ കുടുംബത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് നിന്നെ വെറുതെ സ്വച്ഛനാക്കാനോ സ്വച്ഛയാക്കാനോ അല്ല. അങ്ങനെ കരുതരുത്. ഈശോ നിന്റെ കുടുംബത്തിൽ സന്നിഹിതനായിരിക്കുന്നത് നിന്നെ വ്യക്തിപരമായും നിന്റെ കുടുംബത്തെ കൂട്ടായ്മയായും ഓരോ നിമിഷവും ദൈവഹിതത്തിലേക്ക് വളർത്താനാണ്. അതാണ് മാനസാന്തരം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് മാനസാന്തരം എന്ന് വ്യക്തമാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ചിന്താരീതികൾ, നമ്മുടെ മനോവ്യാപാരങ്ങൾ, നമ്മുടെ വർത്തമാന രീതികൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കടമകൾ നിർവഹിക്കുന്ന വിധങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്വ ബോധം, ഇതെല്ലാം ഇപ്പോൾ നാം ആയിരിക്കുന്ന ആ അവസ്ഥകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരം, അതാണ് ക്രിസ്തുവിന്റെ നിലവാരം. ആ ക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് ഇനിയും വളരേണ്ടതില്ലേ? കുടുംബത്തിൽ ഈശോ സന്നിഹിതനായിരിക്കുന്നത് കുടുംബത്തെ ഈ വളർച്ചയിലേക്ക് നയിക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബം എന്താണ്? നിരന്തരം നവീകരിക്കപ്പെടുന്ന ഒന്നാണ് കുടുംബം. നിരന്തരം മാനസാന്തര പാതയിൽ ചരിക്കുന്ന ഒന്നാണ് കുടുംബം. ഒന്ന് ഉദാഹരണം എടുത്തു നോക്കുക. സക്കേവൂസിന്റെ വീട്. സക്കേവൂസിന്റെ വീട്, ആ വീട്
ഉള്ള സ്റ്റൈലൻ വീടാ, സൂപ്പർ വീടാ. അത്രയ്ക്ക് പ്രമാദമായ, അത്രയ്ക്ക് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വീട് ആ പരിസരത്തില്ല. അധർമ്മം കൊണ്ട് മച്ചിട്ട വീടാണത്. അധർമ്മം കൊണ്ട് മച്ചിട്ട വീടാണത്. അനീതി പുരപ്പുറത്ത് നിന്ന് അഹങ്കരിക്കുന്ന വീടാണ്. ചുങ്കക്കാരൻ, അല്ലേ? സഖ്യവൂസ് ചുങ്കക്കാരൻ, പബ്ലിക് സിന്നർ ആയിട്ട് യഹൂദർ കണക്കാക്കിയത്. കാരണം എന്താ? റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ. ഒന്ന്. രണ്ട്, ജനത്തെ പിഴിഞ്ഞ്, ഒരു കരുണയുമില്ലാതെ ജനത്തെ പിഴിഞ്ഞ് പണം വാങ്ങുന്നു. മൂന്ന്, എക്സ്ട്രാ വാങ്ങുന്നവൻ, സ്വന്തം കാര്യത്തിന് വേണ്ടി വാങ്ങുന്നു. ഇങ്ങനെ പല രീതികളിൽ ചീത്തപ്പേരുള്ളവരാണ് ചുങ്കക്കാർ, ടാക്സ് കളക്ടേഴ്സ്. പ്രത്യേകിച്ചും ഇവർ യഹൂദർ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ജനത്തെ പിഴിയാനായി ഒരു സാമ്രാജ്യ ശക്തിയുടെ ഉപകരണമായി നിൽക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ടാക്സ് പറഞ്ഞ് വാങ്ങുകയും ചെയ്യുന്ന ഒരു വളരെ അധർമ്മിയായ, അനീതി പ്രവർത്തിക്കുന്നവനായ ഒരു വ്യക്തിയുടെ വീട് എല്ലാവർക്കും അസൂയ ഉണ്ടാകുന്ന രീതിയിൽ അത്രയ്ക്ക് സുന്ദരമാണ്, അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. സഖ്യവൂസിന്റെ വീടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സഖ്യവൂസ്, അവന്റെ ഭാര്യയുടെ കഴുത്തു നിറയെ അനീതിയുടെ സ്വർണം ഇങ്ങനെ പാമ്പിനെ പോലെ ചുറ്റിക്കിടക്കുക. അവന്റെ മക്കളൊക്കെ ഇങ്ങനെ അധർമ്മത്തിന്റെ കൊഴുപ്പ് ബാധിച്ച് ഇരിക്കുകയാണ്. സഖ്യവൂസിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒറ്റ ആഗ്രഹം അവനുണ്ടായി, ഒരേ ഒരു ആഗ്രഹം, ഒന്ന് കാണണം. ആരെ? ഈശോയെ. ഒരു പരിചയവുമില്ല, വീട്ടിൽ തീരെ ഒരിക്കലും വന്നിട്ടില്ല, വീടിനകത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പ്, വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്ന് ഉറപ്പ്. പക്ഷെ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആളുകളൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര സംഭവമാണ്, ഒന്നു കാണണം. അദ്ദേഹം കേൾക്കുന്നു, ഈശോ വരുന്നു, അദ്ദേഹം പോവാണ്, ആ റൂട്ടിലേക്ക് ഓടുകയാണ്. ഓ, എന്തൊരു പൊക്കമാ, ഈ മനുഷ്യർക്കൊക്കെ എന്തൊരു പൊക്കമാണ്, ഞാൻ പൊക്കം കുറഞ്ഞവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവികമായ നീതിയിൽ പൊക്കം കുറഞ്ഞവനാണ് സഖ്യവൂസ്. ദൈവികമായ സ്നേഹത്തിലും സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും പൊക്കം കുറഞ്ഞവനാണ് സഖ്യവൂസ്. മനുഷ്യരുടെ പ്രീതിയിലും പൊക്കം കുറഞ്ഞവനാണ് സഖ്യവൂസ്. ഈ മനുഷ്യർക്കൊക്കെ എന്തൊരു പൊക്കം, എനിക്കൊന്നും കാണാൻ പറ്റണില്ല. സഖ്യവൂസ് ഒരു മരത്തിൽ കയറി എന്നുള്ളതാണ്. ദൈവപുത്രനെ കാണാൻ അയാൾക്കുണ്ടായിരുന്ന ഏക ഒരു സഹായം ആ പൊക്കമുള്ള മരമായി. അത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരുന്നു എന്ന് പറയാം. അതിനെ ധ്യാനമെന്നോ ബൈബിളെന്നോ ഒരു കൺവെൻഷൻ പ്രഭാഷണമോ ഒന്ന് സ്വസ്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നത് എന്നും എന്ത് വേണേൽ വിളിച്ചോളൂ. ദൈവപുത്രനെ കാണാനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരുന്നു ആ മരം. അവിടെ ആ സഖ്യവൂസ് ഈശോയെ വരുന്ന ഈശോയെ കണ്ടിരിക്കുന്ന നേരം ഒത്തിരി ഇലച്ചാർത്തുകൾ അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാണണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിൽ പഠിച്ചു കയറിയത്. ആരും കാണില്ല എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആരും കണ്ടതും ഉണ്ടാവില്ല. പക്ഷേ എല്ലാം കാണുന്നവൻ സഖ്യവൂസിനെ പണ്ടേ കണ്ടിരുന്നു. സഖ്യവൂസ് വേഗം ഇറങ്ങി വരൂ, എനിക്ക് നിന്റെ ഭവനത്തിൽ ഇന്ന് അതിഥിയായി താമസിക്കണം. തമ്പുരാൻ കർത്താവ്, നോക്കൂ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കണം. നമ്മളീ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലേതാണ്. എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അത് ഗ്രീക്കിൽ വളരെ രസകരമായ ഒന്നാണ്. ഡേയ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെസസറി ദാറ്റ്
അതാണ്, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഐ കം ടു യുവർ ഹോം ആൻഡ് സ്റ്റേ ദേർ. ഇറ്റ് ഈസ് നെസസറി. എന്താണാവോ ഇറ്റ് ഈസ് നെസസറി? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിടുക്കമാണെന്ന്, ദൈവത്തിന്റെ ആവശ്യമാണെന്നേ, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൊതിയാണെന്നേ. ഇറ്റ് ഈസ് നെസസറി. എന്റെ ആവശ്യമാണെന്നേ. നിന്റെ വീട്ടിലേക്ക് വരേണ്ടത് എന്റെ ആവശ്യമാണ്. നിന്റെ വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്റെ ആവശ്യമാണ്. കുടുംബത്തിന്റെ മാനസാന്തരം ദൈവം കൊതിക്കുന്നു. എനിക്ക് നിന്റെ കുടുംബത്തിൽ വരേണ്ടിയിരിക്കുന്ന, താമസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. എന്നിട്ട് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്നു. ഒന്ന് ആലോചിച്ചു, തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ, അതെങ്ങനെയായിരിക്കും, സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. സക്കേവൂസിന്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിലാണ് വിജയം കുടികൊള്ളുന്നത്, വിശുദ്ധി കുടികൊള്ളുന്നത്, മാറ്റം കുടികൊള്ളുന്നത്. സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി രസകരമായ കാര്യം, ഈശോ സക്കേവൂസിന്റെ വീട്ടിൽ ചെന്ന്, സ്വാഭാവികം, ചെന്നപ്പോൾ കസേര കെട്ടി കൊടുത്ത് അവിടെ ഇരുന്നിട്ടുണ്ടാകും. അപ്പോഴാണ് നാട്ടുകാരുടെ ഒരു പ്രശ്നമുണ്ടാകും. 7-ാം വാക്യം എന്താണ്? ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് ഈശോ തന്നെ പറഞ്ഞല്ലോ. പാപിയെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഈശോ തന്നെ പറഞ്ഞല്ലോ. ഈശോ വന്നത് പുണ്യവാന്മാരുടെ വീടുകളിലേക്കല്ല എന്ന് ഈശോ തന്നെ അതിലൂടെ പറയുകയാണല്ലോ. ഈശോ വരുന്നത് പാപികളുടെ വീട്ടിലേക്കാണ്. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്കാണ് ഈശോ വരുന്നത്. വമ്പൻ പുണ്യാളന്മാരായി നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈശോയുടെ ആവശ്യമില്ലെന്നേ. നമ്മൾ പുണ്യവാന്മാരാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈശോയെ നിന്റെ ആവശ്യം എന്റെ കുടുംബത്തിനില്ല എന്നാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. എന്റെ കുടുംബത്തിന് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിലൂടെ അവൻ പറയുന്നത്, അല്ലെങ്കിൽ അവൾ പറയുന്നത്, ഈശോയെ എന്റെ വീട്ടിന് ആവശ്യമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സെറ്റ് ചെയ്ത ഒരു നിലവാരം, ദൈവം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നിലവാരമുണ്ട്. എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള നിലവാരം, എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള നിലവാരം, എന്റെ കുടുംബം മൊത്തത്തിനു വേണ്ടി ദൈവം സെറ്റ് ചെയ്ത ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിലേക്ക് ഞാനും ഉയരണമെങ്കിൽ ഈശോയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ട്. മാനസാന്തരത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ട്. നിരന്തരമായ റിന്യൂവലിന്റെ, നവീകരണത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോഴേ നോക്കുക, അവരുടെ വലിയ പ്രശ്നമായിരുന്നു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഈശോ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു. ഈ ഒരു വാക്യമുണ്ടല്ലോ, ലൂക്ക 19:7. സത്യത്തിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തു വെച്ച് വൈഹാട്ടാക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ വീടിന്റെ കട്ടിളപ്പടിയിൽ വരെ എഴുതി വെക്കേണ്ട ഭാഗമാണ്. ഇവൻ പാപിയുടെ അതിഥിയായി താമസിക്കുന്നല്ലോ. എന്റെ കർത്താവേ, എന്റെ വീട്ടിൽ അങ്ങ് അതിഥിയായി താമസിക്കണമേ. എന്റെ കർത്താവേ, എന്റെ വീട്ടിൽ അങ്ങ് അതിഥിയായി താമസിക്കണമേ. ഞാൻ പാപിയാണ്. ഇനി 8-ാം വാക്യമാണ് രസം. അപ്പൊ ഈശോ വീട്ടിൽ ഇരിക്കുന്നു. സക്കേവൂസിന്റെ വീട്ടിൽ വന്ന് അവിടെ ഈശോ ഇരിക്കുന്നു. 8-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്?
സക്കേവൂസ് എഴുന്നേറ്റു നിൽക്കുന്നു. ഓ, ഓ, ഓ. ഈശോ ഇരിക്കുന്ന വീട്ടിൽ എല്ലാ സക്കേവൂസുമാർക്കും എഴുന്നേൽക്കാൻ കഴിയും. അളിഞ്ഞ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു നിൽപ്പ്. അധർമ്മം കൊണ്ട് വീട് പണിതവൻ, അനീതി കൊണ്ടെല്ലാം പോംപസായി ജീവിക്കുന്നവൻ, അവൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. ദാ മാനസാന്തരത്തിന്റെ കൃത്യമായ പ്രഖ്യാപനം. കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഈ മനുഷ്യൻ എന്തുമാത്രം സ്വത്തുണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോ ആദ്യത്തെ പ്രഖ്യാപനം, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഈ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോ അതെന്താ അയാൾ പാപം ചെയ്തുകൊണ്ടാണ്? ആ പാപം ദരിദ്രോട് വല്ല കുഴപ്പം കാണിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അങ്ങനെയാകാം, ഒരുപക്ഷെ അങ്ങനെ ആകാതിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആ മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം, സക്കേവൂസിന്റെ മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം പാവപ്പെട്ടവരോടുള്ള കരുതലാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഉപവിയിലുള്ള വളർച്ചയാണ്. മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം ഉപവിയിലുള്ള വളർച്ചയാണ്, ഔദാര്യത്തിലുള്ള വളർച്ചയാണ്. ഇതുവരെ തൂമ്പാപ്പണി ചെയ്തിരുന്നവർ, തൂമ്പാപ്പണി എന്ന് പറഞ്ഞാൽ അറിയാലോ, തൂമ്പ എല്ലാം ഇങ്ങോട്ട് സ്വാർത്ഥത, അങ്ങനെ സ്വാർത്ഥതയിൽ കഴിഞ്ഞിരുന്ന ഒരുത്തൻ ഇപ്പോൾ പറയുകയാണ്, പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഇവിടെ ചിലപ്പോഴെങ്കിലും ചില ധ്യാനങ്ങളൊക്കെ കൂടി ചിലർ പറയും, ഞാൻ നന്നായി, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞാൻ വീണ്ടും ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സകലവിധ ലക്ഷണങ്ങളും എന്ന രീതിയിൽ കരുതുന്നത് കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, പിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകാറുണ്ട്, പണ്ടിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, ബൈബിള് വായിക്കുന്നുണ്ട്, നോമ്പ് കൃത്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. നോക്കുക, മാനസാന്തരത്തിന്റെ ലക്ഷണമായി പലരും കരുതുന്നത് ഇങ്ങനെയുള്ള ചില റിച്വൽസിനെയും ചില ഭക്ത അഭ്യാസങ്ങളെയും. എന്നാൽ സക്കേവൂസിന്റെ ഉപമ മാനസാന്തരത്തിന്റെ തെളിവായി കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം പാവപ്പെട്ടവരോടുള്ള കരുതലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദരിദ്രരോടുള്ള കരുതലാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗം എന്താ? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പകുതി ഓൾറെഡി പോയി കേട്ടോ. ദരിദ്രർക്ക് എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, സക്കേവൂസ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഉള്ളത് പകുതിയാണ്. ഈ പകുതിയിൽ നിന്ന് അദ്ദേഹം പറയാണ്, നമ്മൾ ഈ തിരുവചനം കുറച്ച് അടുത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പകുതിയിൽ നിന്ന് അദ്ദേഹം പറയാണ്, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ഇനിയിപ്പോ വല്ലതും ഉണ്ടായിക്കാണോ സക്കേവൂസിന്റെ വീട്ടില്? ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഉണ്ടായിക്കാണുമെന്നാണ്. ഒരുപക്ഷെ കുടുംബപരമായി തന്നെ വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും മറ്റുള്ളവരെ പിഴിഞ്ഞ്, മറ്റുള്ളവരെ ദ്രോഹിച്ച്, വീണ്ടും വഞ്ചിച്ച് ഇത് വർദ്ധിപ്പിച്ചു. ഇപ്പോഴ് നോക്കുക, സക്കേവൂസിന് വലിയ കോൺഫിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിന് വലിയ സമ്പത്ത് അല്ലാതെ തന്നെയും ശരിയായ രീതിയിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ട്. എന്തുമാവട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ,
മാനസാന്തരം അത് റെസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കും. ചിലരെങ്കിലും ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു അത് ചെയ്ത് എന്നൊക്കെ പറയുമെങ്കിലും റെസ്റ്റിറ്റ്യൂഷന് തയ്യാറാകാറില്ല. ഉദാഹരണം, കുടുംബം, സഹോദരങ്ങൾക്ക് വിവരിച്ച സംഗതി, അതിലെ പ്രോപ്പർട്ടിയുടെ കാര്യത്തില് ഒരു വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും സഹോദരന്റെ പ്രോപ്പർട്ടി കൂടി അടിച്ചെടുക്കാനായിട്ട് അപ്പനെ പിരികേറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവനിപ്പൊ കഷ്ടത്തിലാണ്. എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അവനെ കഷ്ടത്തിലാക്കി അതിന്റെ പുറത്ത് രാജാവായിട്ട് പാടുക. അത് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. ആള് മാനസാന്തരപ്പെട്ടു എന്നാണ് അവകാശപ്പെടുന്നത്. സ്വന്തം സഹോദരൻ കഷ്ടത്തിലാണ്, ക്ലേശത്തിലാണ്. വഞ്ചിച്ചെടുത്തത് തിരികെ കൊടുക്കാത്തവന് അതും ഇരട്ടിയായി, 4 ഇരട്ടി എന്നാ ഇവിടെ പറയുന്നത്. അത്ര കൊടുത്തില്ലെങ്കിൽ പോലും തിരികെ കൊടുക്കുക. അത് ഏതായാലും, ഏത് കാര്യത്തിലായാലും കൊള്ളാം, ഏത് കാര്യത്തിലായാലും കൊള്ളാം. അത് സമ്പത്തിന്റെ കാര്യത്തിലാവട്ടെ, അത് അഭിമാനം കവർന്നെടുത്തതിലാവട്ടെ, ആരുടെയെങ്കിലും മാനം തകർത്തതിലാവട്ടെ, ഏതെങ്കിലും രീതിയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിലാവട്ടെ. പ്രിയപ്പെട്ടവരെ നോക്കുക, ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സക്കേവൂസിന്റെ കുടുംബത്തിൽ ഉണ്ടായ മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സുന്ദരമായ പ്രഖ്യാപനമാണ് 9-ാം വാക്യത്തിൽ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന്, കണ്ടോ, മാനസാന്തരവും കുടുംബവും എന്നതാണ് നമ്മുടെ വിഷയം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ടുള്ള ഈശോയുടെ പ്രഖ്യാപനമാണെന്ന് ഓർക്കണം. നോക്കൂ, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ്, നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരാനാണ്, മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ്. ഞാന് ഒരു കഥയെ കൂടി പറയാം. സംഭവം, ഒരു വീട്ടില് അപ്പനും അമ്മയും ഒരു മകനും. അവർക്കൊരു കൊച്ചു കടയുണ്ട്. കട ചെറിയൊരു പെട്ടിക്കടയാണ്, പക്ഷെ എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദിവസവും വൈകുന്നേരം സപ്പറിന്റെ നേരത്ത് 3 പേരും കൂടി ഭക്ഷണം കഴിക്കാനായിരിക്കും. എന്തൊരു ചിരിയും കളിയാണ്, സന്തോഷമാണ്. അതിൻ്റെ ഇടക്ക് അപ്പൻ പറയും, ഇന്ന് ഞാൻ 250 രൂപ അടിച്ചെടുത്തു മക്കളെ. അതെങ്ങനെയാ? ഓ, അത് ത്രാസിലെ നമ്മുടെ പരിപാടി. അതിവിദഗ്ധമായി ഞാനത് ചെയ്തു, 250 അടിച്ചെടുത്തു. അപ്പോഴാണ് വേറൊരു അമ്മ പറയുന്നത്. പിറ്റേ ദിവസം അമ്മ വന്ന് അമ്മയുടെ വായിച്ചാണ് അമ്മ പറയാണ്, ഇന്നലെ അപ്പൻ 250 അല്ലേ, ഇനി ഞാൻ 350 അടിച്ചെടുത്തു. അതെങ്ങനെയാ? ഓ, ഇന്ന് അരിയുടെ അഡ്ജസ്റ്റ്മെന്റിനായി. ഓക്കെ. പിന്നെ 3-ാമത്തെ ദിവസം മോൻ പറഞ്ഞു, നിങ്ങളെന്തിനു കൊള്ളാം, 500 രൂപയാണ് ഞാൻ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കൂ, വളരെ സമാധാനപരമായി വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു കുടുംബം. അതിൽ ഈ മോൻ ഒരു ദിവസം കൂട്ടുകാരൊക്കെ കൂടി നിർബന്ധിച്ചിട്ട് അവൻ ഒരു ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞു അപ്പൻ പഴയ വർത്തമാനം തുടങ്ങി. ഇന്ന് നിങ്ങൾക്കറിയാവോ എങ്ങനെയായിരുന്നു ഞാൻ? അവൻ പറഞ്ഞു, അപ്പ പ്ലീസ്, അപ്പ ഇത് ശരിയല്ലപ്പ, ആദ്യമായിട്ടാ, ഇത് ശരിയല്ലപ്പ. എന്ത് ശരിയല്ലെന്ന്? അപ്പൻ നീ ചെയ്തതും ഈ പറഞ്ഞത് ശരിയല്ലപ്പ, അത് നമുക്ക് വേണ്ട, ശരിയാവും. ഓ, നിനക്കെന്ത് പറ്റി? അമ്മ, ഓ നീ എപ്പോഴാ പുണ്യാളായി? എടാ, ധ്യാനമൊക്കെ അങ്ങനെയൊക്കെ നടക്കും, ജീവിതം എന്ന് പറയുന്നത് വേറെ സാധനം. പിറ്റേ ദിവസം അമ്മ പറയാം. അപ്പോഴും ഇവൻ പറഞ്ഞു, അമ്മ അത് ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഇതുവരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയിരുന്ന കുടുംബമാണ്. അവസാനം അവിടെ വലിയ സംഘർഷമായി, പ്രശ്നമായി. അവൻ എന്താണ് നമ്മൾ പറയുന്നത്, തട്ടിക്കിടിച്ച സമയം, ഇത് ശരിയല്ല, ഇത് നിർത്തണം, ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ശാന്തമായിട്ട് നിൽക്കുക. ആ കുടുംബത്തിൽ വലിയ സംഘർഷമായി. പ്രിയപ്പെട്ടവർ, ഇതാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞത് ഭിന്നത
നിങ്ങൾ വിചാരിക്കുന്നോ ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, ഭിന്നത എന്ന് ഞാൻ പറയും. മാനസാന്തരത്തിന് അനിവാര്യമായ ഭിന്നതയാണത്. തെറ്റിലുള്ള കോംപ്രമൈസ് ഉണ്ടല്ലോ, ആ കോംപ്രമൈസ് ഒരുതരം സമാധാനം തരും, പക്ഷെ അതിന്റെ പേരാണ് ലോകം തരുന്ന സമാധാനം. ഈശോ പറയുന്നത് തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്നാൽ ലോകം തരുന്നത് പോലെ അല്ല. ഈശോ ജനിച്ചപ്പോ തന്നെ മാലാഖമാർ പാടിയത് സമാധാനം എന്നാണ്, സമാധാനം എന്നാണ്. പക്ഷെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വ്യക്തമാണ് എന്താണ് ഈശോ തരുന്ന സമാധാനം. മാനസാന്തരത്തിലൂടെയുള്ള സമാധാനം. തെറ്റിൽ നിന്ന് മാറി ഒരാൾ ദൈവം ആഗ്രഹിക്കുന്ന ഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ അതാണ് സമാധാനം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ സംഭവിച്ചത് നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യത്തെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. അത് ഏത് തെറ്റായ കാര്യമായാലും അത് തെറ്റാണെന്ന് തന്നെ പറയണം. ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നത് അനുവദിക്കാൻ പാടില്ല. അവിടെ സംഘർഷം ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് ദൈവഹിതപ്രകാരമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് ലോകം എന്ന് പറയുന്നതിൽ ആ സംഘർഷം ഉണ്ടായിക്കോട്ടെ. അവിടെ നീ ചെയ്യുന്നത് ദൈവവചന പ്രഘോഷണമാണ്. നീ ചെയ്യുന്നത് ഈശോയെ കർത്താവായി, നിന്റെ കുടുംബത്തിന്റെ കർത്താവായി, നാഥനായി നീ പ്രഖ്യാപിക്കുകയാണ്. അത് തുടരുക. ഇപ്പോഴ് ഞാൻ കുടുംബത്തിന്റെ മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഷിജു പറഞ്ഞ പുസ്തകത്തെ കുറിച്ച് വളരെ പെട്ടെന്ന്. ബൈബിളിന്റെ മൂലഭാഷകളായ ഹീബ്രു, ഗ്രീക്ക്, അരമൈക്ക്, ആ പദങ്ങളെ നേരിട്ട് മലയാളികളെ പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇതിനകം 150ഓളം ലെക്സീംസും പദങ്ങളും പ്രയോഗങ്ങളും ഫ്രേസസും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു യൂട്യൂബിലൂടെ. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ കാർമൽ ദർശൻ എന്ന് പറയുന്ന യൂട്യൂബിൽ ചെയ്ത് ഓസിരിക്കാൻ്റെയാണ് 150 എപ്പിസോഡ്സ് ഉണ്ട്. അതിൽ 50 ഇപ്പോൾ പുസ്തകമായിട്ട് ബൈബിൾ സൊസൈറ്റി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാനത് ഇന്നലെ പ്രകാശനം ചെയ്തു. KCBC ബൈബിൾ കമ്മീഷൻ ഓഫീസിൽ അത് ലഭ്യമാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ജോഷേച്ച. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി നമുക്ക് ഉള്ളത് ഷിജു, എന്താണ് കൺക്ലൂഷൻസിലേക്ക് പോകാം? ഓക്കെ, പോവാം. ഇവിടെ ഇപ്പം ജോഷിയച്ചനിലൂടെയും ഫ്രാൻസിസ് ചേട്ടനിലൂടെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കേണ്ട ഒരു പ്രത്യുത്തരത്തെ കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയത്. ദൈവം നമ്മളെ എല്ലാം രക്ഷിച്ചു കഴിഞ്ഞു. ആ രക്ഷ സ്വന്തമാക്കാൻ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം കണ്ടെത്തി അവയെല്ലാം ഏറ്റുപറയുന്നതാണെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അത് ജീവിത അവസാനം വരെ തുടരുന്നൊരു യാഥാർത്ഥ്യമാണ് ഈ പ്രത്യുത്തരം. വിശ്വാസവും ജീവിത അവസാനം വരെ, അവസാന ശ്വാസം എടുക്കുന്നത് വരെ അതിൽ നാം വളരണം. മാനസാന്തരവും അങ്ങനെ തന്നെയാണ്. വചനത്തിലൂടെ നമ്മൾ കേട്ട് കടന്നു വന്നപ്പോൾ ഫ്രാൻസിയേട്ടൻ പറഞ്ഞു നിർത്തിയ കഥയുണ്ടല്ലോ, ആ കഥയിൽ സാവധാനമാണ് മനസ്സിലാകുന്നത്. സമർപ്പണം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള പണം മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള വണ്ടിയുമാണ്, എൻ്റെ കയ്യിലുള്ള വീടാണ്, എൻ്റെ ഭാര്യയാണ്, മക്കളാണെന്നൊക്കെ സാവധാനം ഇങ്ങനെ മനസ്സിലായി വരികയാണ്. ഇത് തന്നെയാണ് സക്കേവൂസ് ഈശോയുടെ കൂടെ നിന്നപ്പോഴും സക്കേവൂസിന് ഈ സമർപ്പണം മനസ്സിലാവുകയാണ്. ആദ്യമേ എന്ത് മനസ്സിലായി? ഈശോയുടെ കൂടെ നിന്നപ്പോൾ പാവപ്പെട്ടവർക്ക് എൻ്റെതെല്ലാം കൊടുക്കേണ്ടതാണ്, ആ പാവപ്പെട്ട മനുഷ്യരും എൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ അവർക്ക് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് പേരെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടല്ലോ, അവർക്ക് നോരട്ടിയായി തിരിച്ചു കൊടുക്കണമല്ലോ എന്ന ബോധത്തിലേക്ക് വളരുന്നത്. ഇങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രത്യേകമായി ഇത് ക്രിസ്മസിന് ഒരുക്കമായുള്ള ഒരു കാലമാണ്. പരിശുദ്ധ അമ്മ തന്നെ സ്വയമായി സമ്പൂർണമായി സമർപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണ് പുൽക്കൂട്ടിലെ ഉണ്ണീശോ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ആഴമായി സമർപ്പിക്കുമ്പോൾ ഒരു യേശുക്രിസ്തു നമ്മളിലും നമ്മുടെ ചുറ്റുപാടും ജനിച്ചു വളരും എന്നുള്ളതാണ്. യൗസേപ്പ് പിതാവ്
താൻ സ്വപ്നത്തിൽ കണ്ട ദൈവികമായ വാക്കിന് തന്നെ തന്നെ സമർപ്പിച്ചതിന്റെ പരിണത ഫലമാണ് ഉണ്ണീശോ പുൽക്കൂട്ടിൽ ജനിക്കുന്നത്. അപ്പൊ നമ്മളും ദൈവികമായ വാക്കിന് നമ്മളെ സമർപ്പിക്കണമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പൂജ രാജാക്കന്മാരുടെ സമർപ്പണമുണ്ട് അവിടെ, ആട്ടിടയന്മാരുടെ സമർപ്പണമുണ്ട് അവിടെ. അവിടെ നിന്ന് അന്യനാട്ടിലേക്ക്, ഈജിപ്തിലേക്കുള്ള പാലായനം ദൈവത്തിന്റെ വാക്കനുസരിച്ച് സമ്പൂർണമായി മാതാവും യൗസപിതാവും സമർപ്പിച്ച് ഉണ്ണീശോയും കൊണ്ട് പോവുകയാണ്. തിരിച്ചുവരും. അങ്ങനെ തിരുക്കുടുംബത്തിന്റെ നമ്മൾ നോക്കുമ്പോൾ സമ്പൂർണമായ സമർപ്പണത്തിൽ നിരന്തരമായ ആഴപ്പെടുന്ന ഒരു കുടുംബത്തെയാണ് നാം കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെയും പ്രത്യേകമായി ക്രിസ്മസ് കാലങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു സമ്പൂർണ്ണ സമർപ്പണം കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം കുറച്ചുകൂടെ, ഇന്നലത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരാകാം. ഈ ആഴ്ച മുഴുവൻ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവികമായ കൃപയിൽ വളരാൻ ഇടയാകട്ടെ, ക്രിസ്മസിലേക്ക് കൂടുതൽ ആഴത്തിൽ അടുത്ത് ഒരുങ്ങാൻ ഇടയാകട്ടെ. നമ്മുടെ ബത്ലഹേം പ്രോഗ്രാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ പങ്കുചേരാനും കൂടാനുമായിട്ട് ശ്രമിക്കാം. 23-ാം തീയതി വരെ നമ്മൾ ഓൺലൈനായിട്ട് ഒരുമിച്ച് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകുന്നേരം 9:30 മുതൽ 10 വരെ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടൊന്ന് ഒരുങ്ങി നമ്മൾ നേരത്തെ ഫ്രാൻസിയേട്ടൻ പറഞ്ഞ ഗ്രഹങ്ങൾ, സമ്പന്നതകൾ, നമ്മുടെ കുറവുകൾ, പരിമിതികൾ ഇതെല്ലാം കണ്ടെത്തി ഒന്ന് എഴുതി ഒരുങ്ങി നമുക്ക് ഒന്നും കൂടെ ആഴമായി കുമ്പസാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അനൗൺസ്മെന്റ്സ് എന്തെങ്കിലും വേറെ ഉണ്ടോ? ജെനി, ആർ യു അവൈലബിൾ? ഇല്ല. ഷിജു, വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാൻ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കുന്നുണ്ട്. ഉണ്ട്. നമുക്ക് വേറെ അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ചഞ്ചലിനൊരു പാട്ട് പാടാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത്, അച്ഛൻ പോയി, അപ്പൊ നമുക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഞാൻ നന്ദിയോടെ എൻ്റെ യേശുനാഥ, എനിക്കായി ചെയ്തൊരു നന്മ അർഹിക്കാം അർഹിക്കാം യാചിക്കാം സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും
താങ്ക് യു ചഞ്ചൽ. നമുക്ക് അച്ഛൻ ഇന്ന് പോയി. അപ്പം ഷിജു ആരെങ്കിലും നമുക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഇടയ്ക്ക് കട്ടായി പോയി എന്റെ നെറ്റ്, അതാ. ഓക്കെ. കർത്താവിനെ നമുക്ക് നന്ദി പറയാം. വീണ്ടും ഈ ദിവസം ഒരുമിച്ച് വരാനും പ്രാർത്ഥിക്കാനും ദൈവം അനുവദിച്ചു. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ സൗഖ്യമുള്ളതും ആഴമായ പരിവർത്തന വിധേയമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ രോഗികളായിട്ടുള്ള, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മറ്റ് പല വിധത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുള്ള എല്ലാവരെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ കൂട്ടായ്മയിൽ നേരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. കുടുംബത്തിന്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബാധ്യതകൾ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ഈ ഒരുമിച്ച് വരുമ്പോഴെല്ലാം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സൗഖ്യമുള്ളതാക്കട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടലെല്ലാം സ്വർഗരാജ്യത്തിന്റെ വലിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് തരട്ടെ. നമ്മൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ആഴത്തിൽ സൗഖ്യമുള്ളതാകട്ടെ. കർത്താവെ, ഞങ്ങളെ തന്നെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ മധ്യേ അങ്ങ് ഉണ്ടെന്നും, ഹൃദയപൂർവ്വം ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫിലോമിന ചേച്ചിയുടെ കണ്ണുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ, ജയമ ചേച്ചിയുടെ ശാരീരികമായ പ്രയാസങ്ങൾ, മോളിയമ്മ ചേച്ചിയുടെ വീടും കുടുംബവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ധാരാളമുണ്ട്. കർത്താവ്, ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം ഉയർത്തി ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. കർത്താവേ, എല്ലാ നിയോഗങ്ങളുമേലും അവിടുത്തെ കൃപാവനെ അവിടുത്തെ ഒഴുക്കണമേ. കർത്താവേ, എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും അവരെ അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ആരോടും പറയാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഭാരങ്ങളുമായി കടന്നു പോകുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനെയോ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലി ഭാരത്താലും കടബാധ്യതകളാലും കുടുംബത്തിന്റെ നിരവധിയായ പ്രതിസന്ധികളാലും പ്രയാസങ്ങളാലും വേദനിക്കുന്നവരെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സക്കൈവസിന്റെ ഭവനത്തിൽ അങ്ങ് കടന്നു എന്നതുപോലെ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സുഖപ്പെടുത്തി ബലപ്പെടുത്തി കൃപയാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.